എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ മെയ് മാസത്തെ പെൻഷൻ വിതരണ ഉത്തരവാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നാണ് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുക എന്നാണ് പല ആളുകളും ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ, അതായത് മാർച്ച് അവസാനത്തിലും ഏപ്രിൽ ആദ്യത്തിലുമായിട്ട് മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ ഒരുമിച്ച് ലഭിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തിലധികമായി പെൻഷൻ തുക ലഭിച്ചിട്ട്, അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന 2000 രൂപ മെയ് മാസത്തേത് എന്ന് ലഭിക്കും എന്ന് പല ആളുകൾക്കും അറിയണം. ഇതുകൊണ്ട് ജീവിക്കുന്ന നിരവധി പേരുണ്ട്. അവർക്ക് മെയ് മാസത്തെ പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നുള്ളത് അറിയാൻ അത്യാകാംക്ഷയുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ കൂടി ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഒന്നുകൂടി നിങ്ങളെ വ്യക്തമായി അറിയിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഉത്തരവ് 3 മാസത്തേത് ഒരുമിച്ചാണ് ഇറങ്ങിയത്. മാർച്ച് മാസത്തിലാണ് ക്ഷേമ പെൻഷൻ ഉത്തരവ് ഇറങ്ങിയത്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ അതത് മാസങ്ങളിൽ കൃത്യമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷന് മുന്നോടിയായിട്ട് 3 മാസത്തെ പെൻഷൻ ഉത്തരവ് ഒരുമിച്ച് ഇറങ്ങിയത്. അതിനുശേഷം ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവ് രണ്ടാമത് ഇറങ്ങിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഇലക്ഷന് മുമ്പ് തന്നെ വിതരണം ചെയ്തു. ആ ഉത്തരവ് പ്രകാരം ശേഷിക്കുന്ന പെൻഷൻ ഇനി മെയ് മാസത്തേത് മാത്രമാണ്. മെയ് മാസത്തെ ഉത്തരവ് ഇറക്കിയത് LDF സർക്കാർ ആണ് എങ്കിലും പെൻഷൻ വിതരണം ചെയ്യാൻ ഇന്ന് LDF സർക്കാർ ഇല്ല. UDF സർക്കാർ ആണെങ്കിൽ അധികാരത്തിൽ വന്നിട്ടും ഇല്ല. അപ്പോൾ UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക. ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുൻകൂറായി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഓരോ മാസത്തെയും 2000 രൂപ കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നതിന് ഉത്തരവിൽ പറയുന്നുണ്ട് എങ്കിലും മെയ് മാസത്തെ പെൻഷൻ ഏത് ദിവസം മുതൽ വിതരണം ആരംഭിക്കണം എന്ന് ഉത്തരവിലില്ല. അതുകൊണ്ട് തന്നെ മെയ് മാസത്തെ പെൻഷൻ സാധാരണ പെൻഷൻ വിതരണം ചെയ്യുന്ന തീയതിയായിട്ടുള്ള 25 മുതൽ ആരംഭിക്കാനാണ് സാധ്യത. അതിനു മുമ്പ് UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരും എന്നുള്ളതാണ്. 22-ാം തീയതിക്ക് മുമ്പ് പുതിയ മുഖ്യമന്ത്രി അധികാരമേൽക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണം എന്നുള്ള നിലക്ക് തന്നെ ആയിരിക്കും മെയ് മാസത്തെ പെൻഷൻ ഈ മാസം ലഭിക്കുക. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഈ മാസവും ക്ഷേമ പെൻഷൻ ലഭിക്കും. 26 ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ്. കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.